ഇവിടെ ഭയങ്കര തിരക്കേറിയ സ്ഥലമാണ്. പരാതിപ്പെട്ടിട്ടും ആരും നോക്കിയില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് പുതുപ്പുര ജംഗ്ഷനാണ്. ഇവിടെ ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പ് ഒരു കാറുകൾ തമ്മിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഇപ്പോൾ അതിൽ ഒരു കാറിൻ്റെ ഉടമസ്ഥന് അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് വിജയരാഘവൻ. അദ്ദേഹത്തിന് എന്താ പറയാനുണ്ട്? ഇവിടെ സ്ഥിരം അപകട മേഖലയാണോ? ഇതൊരു അപകട മേഖലയാണ്. ഇതിന് പരാതി നാഷണൽ ഹൈവേ അതോറിറ്റിക്കും പുതുപ്പുരാരം ഗ്രാമപഞ്ചായത്തിനും ജില്ലാ കളക്ടർക്കും ഒക്കെ പരാതി കൊടുത്തതാണ്. ഇതുവരെ ഒരു അന്വേഷണവും നടപടിയും അതിലില്ല. മാസ് പെറ്റീഷൻ കൊടുത്താണ് ജനങ്ങളുടെ ഒപ്പ് ശേഖരിച്ച് ഇവിടെ സ്ഥിരമായിട്ട് അപകടങ്ങൾ ഉണ്ടാവുന്നെന്നും ഇവിടെ വാഹനങ്ങൾ പതുക്കെ പോകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പരാതികൾ നിരവധി തവണ കൊടുത്തിട്ടും ജനങ്ങൾ പലരും നേരിട്ട് പോയി പറയുന്നുണ്ട്. സ്ഥിരം അപകട മേഖലയാണ്. ഒരു ഹോസ്പിറ്റലിൻ്റെ ബോർഡ് പോലും ഈ പ്രദേശത്ത് വെച്ചിട്ടില്ല. റാമ്പുകൾ വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതിതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ പഞ്ചായത്തിൻ്റെയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും ഒക്കെ അനാസ്ഥ മൂലമാണ് ഇവിടെ അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു ബസ് അപകടം ഉണ്ടായി. ആ അപകടത്തിൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. നിരവധി അപകടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി സർക്കാരിൻ്റെ ശ്രദ്ധ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ അപകട സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ചെയ്യണമെന്നാണ് ഈ നാട്ടുകാരുടെ പേരിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പരാതി കൊടുത്ത് എത്രയായി? ഇപ്പോൾ പരാതി കൊടുത്തിട്ട് 3 മാസം 4 മാസത്തോളമായി. ഒരു അന്വേഷണമില്ല, ഒരാൾ വിളിച്ചിട്ടുമില്ല. പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ ഫയൽ പരിശോധിച്ച് അത് ക്ലോസ് ചെയ്തായിട്ട് കാണില്ല. അതെങ്ങനെ ക്ലോസ് ചെയ്തു എന്നുള്ളതൊന്നും അറിയിച്ചിട്ടില്ല, പരാതിക്കാരെ അറിയിച്ചിട്ടില്ല. ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ ഹോസ്പിറ്റൽ ഒരു ബോർഡ് പോലും, ഒരു അടയിലും ബോർഡ് വെച്ചിട്ടില്ല. സ്ഥിരം അപകട മേഖലയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് ജനങ്ങളിൽ ഒപ്പ് ശേഖരിച്ചിട്ട് പരാതി കൊടുത്തെങ്കിൽ നാളെ ഇതുവരെ ഇതിനൊരു അന്വേഷണമോ ഒന്നുപോലും ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല അല്ലേ? പരാതിക്കാരെ വിളിക്കുക, അന്വേഷിക്കുക, പരിഹാരം ഉണ്ടാക്കാൻ പറയും. ഒരു കാര്യവും ഇവിടുന്ന് ഒരു ഭാഗത്തൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്ഥിരം അപകടം തന്നെയാണ്. അപ്പോൾ ഇതിന് ഉടനെ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാവും അല്ലേ? അത് ഇനിയും അപകടങ്ങൾ ആവർത്തിക്കുമല്ലോ. ബസ് ഇപ്പോൾ മഴക്കാലമാണ്, പ്രത്യേകിച്ച് മഴക്കാലമാണ്. ബ്രേക്ക് ചവിക്കാൻ നിൽക്കില്ല. അങ്ങനെയുള്ള പരാതികളൊക്കെ നേരത്തെ പോയിട്ടുണ്ട്. അപ്പോൾ ഉടനടി എന്തെങ്കിലും പരിഹാരം കാണണം, തീർച്ചയായിട്ടും കാണണം അല്ലേ? കണ്ടില്ല ഇനിയും അപകടങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത് കാണാൻ പറ്റും. സ്ഥിരം അപകടത്തിൽ തൊട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിലെ ഒരു ബോർഡ് പോലും ക്ഷേത്രം എല്ലാം ഉണ്ട്. നിരവധി കച്ചവട സ്ഥാപനങ്ങൾ, അപ്പുറത്ത് വില്ലേജ് ഓഫീസ്, അപകടം അല്ലേ? ഇന്ന് ചേട്ടൻ പറയുന്നത് ഒരു ചില അപകടം മേഖലയാണത്. അതെ. ഇവിടെ അടുത്ത കാലത്താണ് ഒരാൾ ഇവിടെ പാലവട്ടം പഞ്ചായത്തിൽ കൊടുത്തതാണ്. ഒരു പരാതി ഉണ്ടായി, ഒരു നടപടി ഉണ്ടായി. ഇതെന്തായാലും വേണ്ടപ്പെട്ട അധികൃതർ അല്ലെങ്കിൽ പഞ്ചായത്ത് ജനപ്രതിനിധികളോ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട് മാത്രമേ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമാണ്. വണ്ടി പിടിച്ചു വെച്ചിട്ടില്ല. പരാതി കൊടുത്തിട്ട് ഒരു അന്വേഷണം പോലോ പരാതിക്കാരെ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലാണ്, തൊട്ട് പോകുന്നത് സ്കൂളാണ്. സ്കൂളുകളും ഹോസ്പിറ്റലുണ്ടായിട്ട് പോലും ഒരു അപകട മേഖലയാണ് ബോർഡ് വെക്കുക. ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ പെട്ടവരൊക്കെ ഇത് ഇയാളുടെ എത്ര ഭാഗ്യമാണ് ഇങ്ങനെ പോയത്. അല്ലെങ്കിൽ ഇവിടെ മുട്ടിയതൊക്കെ പോകും. അതെ, എന്തായാലും കാർ ആക്സിഡൻറ്റ് ആർക്ക് ഒരു സംഭവിച്ചിട്ടില്ല. അതൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ വാഹനം പൂർണ്ണമായി മുൻവശം പൂർണ്ണമായിട്ടും തകർന്നത്, ടയർ ജാമായി വണ്ടി എടുക്കാൻ പറ്റില്ല. ഇവിടെ അദ്ദേഹം പറയുന്നത് സ്ഥിരം അപകട മേഖലയാണ്. ഇതിന് എന്തെങ്കിലും പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനിയും അപകടം ഉണ്ടാകും. ഇതിനെക്കാട്ടും കൂടുതൽ അപകടം ഉണ്ടാവുകയും ചെയ്യും. അതിനനുസരിച്ചിട്ട് പഞ്ചായത്തിൽ പ്രശ്നം ഉണ്ടാകും. അതാണ് ശക്തമായി പ്രതിഷേധം ഉണ്ടാവും. ഇപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ
ജനങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാകും. അപ്പോൾ അതിന് മുൻകൂട്ടിയായി തന്നെ ഇതിനൊരു പരിഹാരം കാണണം. എന്തെങ്കിലും അപകട മേഖലയാണ് എഴുതി വെക്കുക. ഒരു സ്കൂളുണ്ട്, ക്ഷേത്രമാണ്, അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. എന്നിട്ട് പോലും യാതൊരു ഇതുവരെയും ഒരു അന്വേഷണമോ ഒരു നടപടിയോ എടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഒരു മോശത്തരമാണത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇതിന് ഉടൻ തന്നെ ഒരു പരിഹാരം കാണും എന്ന് തന്നെയാണ് വിചാരിക്കില്ല. കണ്ടില്ലെങ്കിൽ നാട്ടുകാർ ശക്തമായി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തും. അപകടം ഉണ്ടാകാൻ പാടില്ല അല്ലേ? പാടില്ലല്ലോ അത്. ജനങ്ങളുടെ ഒരു ജീവന് ഒരു വിലയും പഞ്ചായത്ത് കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ പഞ്ചായത്ത് പോയിട്ട് ഇയാൾ എത്രയോ പ്രാവശ്യം പരാതി കൊടുത്തതാണ്, എന്നിട്ട് പോലും പൊതുവെ നടപടി ഇല്ല, ഒന്നും. അപ്പോൾ ഉടനെ ഒരു പരിഹാരം കാണണം. കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകും. ചേട്ടൻ പേരെന്താണ്? എൻ്റെ പേര് കുട്ടൻ ചേട്ടൻ പറയുന്നത് പരിഹാരം കണ്ടില്ലെങ്കിൽ ഇതിനൊരു ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നേതൃത്വം ഉണ്ടാകും. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകും, പ്രതിഷേധങ്ങൾ ഉണ്ടാകും. പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഉടനെ പരിഹാരം കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് എൻ്റെ പിൻവശത്ത് കാണാം. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമാണ്. എന്തായാലും ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഉടനെ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇനിയും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലല്ല, ഉണ്ടാകും ഒന്നും. ഇപ്പോൾ മഴക്കാലമല്ലേ, പെട്ടെന്ന് വാഹനങ്ങൾ സ്പീഡാണ്, ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല. തീർച്ചയായിട്ടും അത്രയും റോഡ് ഭയങ്കര സ്പീഡിലാണ്. മഴയെല്ലാം പെട്ടെന്ന് വാഹനങ്ങൾ സ്ലിപ്പായി പോകും. ഇതിൻ്റെ പിൻവശത്ത് കാണാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊരു പരിഹാരം കാണണം. ഇതിൽ ഒരു അപകട മേഖലയാണെന്ന് ഒരു ബോർഡോ കാര്യങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പ്രകടനം ഉണ്ടാകും. അല്ലെങ്കിൽ ശക്തമായ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അദ്ദേഹം കുട്ടച്ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ ഇതിന് ഒരു പരിഹാരം കാണും തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഭയങ്കര തിരക്കേറിയ സ്ഥലമാണ്.